മക്കളെ അപ്പനെ അടിച്ചു, നീ ഹോട്ടലിനകത്ത് ഇവ ഉണ്ട്, അവനങ്ങ് തീർത്തുകള എന്നാണ് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് നേരെ വന്ന് എല്ലാരും കൂടെ അറ്റാക്ക് ചെയ്തപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ഞിക്കിട്ട് സവാളയൊക്കെ സ്ലൈസ് ചെയ്യുന്ന പല കഷ്ണം ഉണ്ടായിരുന്നു, അതെടുത്ത് മണ്ടയ്ക്ക് അടിച്ച് മണ്ടയിലും പൊട്ടലുണ്ട്. തെറി വിളിക്കരുത്, ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് മാത്രം പ്രതികരിച്ചു അല്ല? അത്രേ പ്രതികരിച്ചുള്ളൂ. നമസ്കാരം. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് നേരെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത് ഹോട്ടൽ തൊഴിലാളിക്ക് നേരെ അതിക്രൂരമായ മർദ്ദനമെന്ന് പരാതി. എന്താണ് അജി? ചേട്ടാ, ഞാൻ ഹോട്ടലിൽ നിന്ന് തെറി വിളിക്കലെന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യം ചെയ്തത് മാത്രമേ ഉള്ളൂ? ചോദ്യം ചെയ്തതേ. അപ്പൊ അവര് വന്നിട്ട് വീണ്ടും എന്നെ തെറി വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കടയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. അപ്പൊ എന്നെ മോനെ വിളിച്ചിട്ട്, അവിടെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മക്കളെ അപ്പനെ അടിച്ചു, നീ ഹോട്ടലിനകത്ത് ഇവ ഉണ്ട്, അവനങ്ങ് തീർത്തുകള എന്നാണ് വിളിച്ച് പറഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പം എന്നിട്ട് ഹോട്ടൽ മുതലാളി പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും ഇപ്പോ ചിലപ്പോ പ്രശ്നമാവാം. ലക്ഷ്മി ഫുഡ് കോർട്ട് മുതലാളിന്റെ പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും ഇച്ചിരി കുറച്ച് സമയം മാറിയോ, ചിലപ്പോ എന്തെങ്കിലും ആയാലോ എന്ന് അവര് ഒരിത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി കുഴപ്പമൊന്നുമില്ല, സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഒരു 5-6 പയ്യന്മാര് വന്നെങ്കിൽ കയറി. ഞാൻ അപ്പൊ കടയ്ക്കകത്താണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നേരെ വന്ന് എല്ലാരും കൂടെ അറ്റാക്ക് ചെയ്തപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ഞിക്കിട്ട് എന്നിട്ട് അവിടെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഇതുണ്ടായിരുന്നു, ഈ സവാളയൊക്കെ സ്ലൈസ് ചെയ്യുന്ന പല കഷ്ണം ഉണ്ടായിരുന്നു, അതെടുത്ത് മണ്ടയ്ക്ക് അടിച്ച് മണ്ടയിലും പൊട്ടലുണ്ട്, ഈ സൈഡും ഉണ്ട്. എന്തൊക്കെ പരിക്കാണ് ഉള്ളത്? എനിക്കിപ്പോ വാരിയലിന് പൊട്ടലുണ്ട്, പിന്നെ ഇവിടെ മേളില് മണ്ടയ്ക്ക് സ്റ്റിച്ച് കിടപ്പുണ്ട്, ഉച്ചം തലയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ അടിച്ചതാണോ? അടിച്ചത് ആ പടിക്കെട്ടിട്ട് തന്നെ അടിച്ചത്. പിന്നെ ആ പയ്യന്മാരെല്ലാം കൂടെ ഞാൻ വീണു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു ഇതിലായിപ്പോയി. ഒരു സൈഡില് സ്റ്റെപ്പ് ആയിപ്പോയി, ഒരു സൈഡിൽ മേശയായിപ്പോയി. അതിന്റെ ഇടയിട്ട് പറഞ്ഞ പേരെന്താണ്? രമേശ്. കരുക്കച്ചവടമാണ്. അതിന്റെ ഇടയിൽ കൂടെ കടയിൽ നിന്ന് തെറി വിളിച്ചതിനാണ് അസഭ്യം പറഞ്ഞ ആളെ. നിങ്ങൾ പ്രതികരിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ? പ്രതികരിച്ചു, ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തു. അല്ലാതെ അവിടെ പിടിച്ചു തള്ളലോ ഉണ്ടല്ലോ വാക്കേറ്റോ കയ്യേറ്റോ ഒന്നും തന്നെ ഇല്ല? ഒന്നും തന്നെ ഇല്ല. കാരണം ഇതിനു മുമ്പേ ഓടി വരുന്നു, 5 അംഗ സംഘം വരുന്നു, അടിച്ചു മെതിച്ചു, തറയടി ചവിട്ടി കൂട്ടി. അങ്ങനെ ഭാര്യയിൽ പൊട്ടലുണ്ടായി. ഈ വിഷയം ബന്ധപ്പെട്ട് വട്ടക്കാവ് പോലീസ് ഇപ്പൊ കേസ് എടുത്തുവെങ്കിലും മുഖ്യപ്രതി ഒളിവിലാണ്. മുഖ്യപ്രതി രമേശിന്റെ മകൻ, രമേശിന്റെ അനിയന്റെ മകൻ, 2 പേരും ഒളിവിലാണ്. ഇപ്പൊ രമേശൻ മാത്രമേ കസ്റ്റഡിയിലുള്ളൂ. ഇവരൊക്കെയാണ് കുട്ടി ഗുണ്ടകളാണ് അവരെല്ലാം. കുട്ടി ഗുണ്ടകളാണെന്ന് പറയുന്നു. എനിക്ക് ഇവരെ വലിയ കണ്ടറിയാം, അല്ലാതെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല. വട്ടക്കാവ് പോലീസ് ഇപ്പൊ എഫ്ഐആർ ഇട്ടുണ്ട് പറഞ്ഞോ? ഉണ്ട്, ഇട്ടിട്ടുണ്ട്. അന്ന് രാത്രി മെഡിക്കൽ കോളേജിൽ ആയിരുന്നപ്പോ വട്ടൂർ സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറൊക്കെ വന്നു, മൊഴിയൊക്കെ എടുത്തു. എന്നിട്ട് തിരിച്ചൊക്കെ പോയി. ഇന്നലെ വന്നിട്ട് OP ടിക്കറ്റ് എല്ലാം കൂടെ കൊടുക്കാൻ പറഞ്ഞു, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തെറി വിളിക്കരുത്, ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് മാത്രം പ്രതികരിച്ചു അല്ല? അത്രേ പ്രതികരിച്ചുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനായിട്ട് കിട്ടി, കൊലപാതകി. നല്ലോണം ഇടിച്ചെച്ചിലാക്കി. നടുവും വയ്യ, ബോഡി മൊത്തം പെയിന. നെട്ടയം സ്വദേശിയും കരിക കച്ചവടക്കാരനുമായ രമേശനാണ് ഇതിലെ മുഖ്യ പ്രതി. ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് ഉടൻ തന്നെ രമേശനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ 5 അംഗ സംഘം മക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് വന്ന് പാവപ്പെട്ട തൊഴിലാളിയെ, ഹോട്ടൽ ജീവനക്കാരനെ പഞ്ഞിക്കിട്ടു. നാട്ടുകാരിടപെട്ട് രമേശനെ പോലീസിൽ പിടിച്ചു നൽകിയെങ്കിലും മുഖ്യ പ്രതികളായ കുട്ടിഗുണ്ടകൾ ഇപ്പോഴും ഒളിവിലെന്നാണ് അറിയാൻ സാധിച്ചത്. വട്ടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസഭ്യം പറയരുതെന്ന് ചോദ്യം ചെയ്ത അജിയുടെ അവസ്ഥ അച്ഛനും മക്കളും ചേർന്ന് പൊതുരെ തല്ലി പഞ്ഞി കിട്ടു. ഇന്ന് വിഷയമാണ് മലയാളി വാർത്ത പ്രേക്ഷകർ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടത്. നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മാലപ്പത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ഷെഫ്രസാദ്.